ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. ഇന്നത്തെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഓർഗൻസ റിബൺസ് നിരത്തി വെച്ചിരിക്കുന്നത് ഡോട്ട് വരുന്ന ടൈപ്പ് ഓർഗൻസ റിബണുകളാണ് കേട്ടോ. അപ്പോൾ ഹെയർ അക്സസറീസിൻ്റെ മേക്കിംഗ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. എന്നൊരു കിടിലൻ വർക്കാണ് കേട്ടോ. ബോക്സ് പ്ലേറ്റ് പോലെ നമുക്ക് റിബണിൽ ബോക്സ് പ്ലേറ്റുകൾ എടുത്തിട്ട് ഒരു വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒറ്റ റിബൺ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു വർക്കാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം ചെയ്യാം കേട്ടോ. തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഒത്തിരി വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചാനലിൽ കയറി വീഡിയോ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മോഡൽസ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ഹെയർ അക്സസറീസ് ബിസിനസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി വർക്കുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ വെറുതെ ടൈം പാസിന് വേണ്ടിയിട്ട് ഈ വർക്കുകളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വർക്കുകളൊക്കെ ഹെൽപ്പ് ആവും കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അവർ സ്കൂളിൽ പോവും. ബാക്കിയുള്ളവരതിനെക്കുറിച്ച് കൊള്ളാലോ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. ലോട്ടറി അടിച്ചാൽ പോലും ഇത്രയും വലിയൊരു സന്തോഷം ഉണ്ടാവില്ല കേട്ടോ. അത്രയ്ക്ക് സന്തോഷമാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള അക്സസറീസൊക്കെ നോക്കൂ കേട്ടോ. ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവും. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു മരുന്നും കൂടിയാണ് കേട്ടോ ഇത്. അത്യാവശ്യം ടെൻഷൻസ് ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിന്തിച്ച് വെറുതെ ഇരുന്ന് ടെൻഷൻ അടിക്കുന്ന അസുഖം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു മെഡിസിൻ കൂടിയാണ് കേട്ടോ. നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലും അതിലോട്ട് കോൺസെൻട്രേഷൻ കൊടുക്കുമ്പോൾ ബാക്കി നമ്മുടെ ടെൻഷൻസൊക്കെ മറന്നു പോകും. അപ്പോൾ എന്താവും, എങ്ങനെയാവും ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ മേക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താവും എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അതുപോലെ ഞാൻ ആദ്യം കാണിച്ചില്ലേ കുറച്ച് റിബൺസുകൾ, അതിൽ ഏതൊക്കെ കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്താൽ ഭംഗി ഉണ്ടാവും, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ഇടാൻ വേണ്ടി നിങ്ങളെല്ലാവരും പിശുക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെ പിശുക്ക് കാണിക്കരുത് കേട്ടോ, പാവല്ലേ ഞാൻ. ഓക്കെ, അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേ. അപ്പം ഇതേ കണക്ക് 3 എണ്ണം നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഹെയർ ബോയിലോട്ടോ അലിഗേറ്റർ ക്ലിപ്പിലോട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ എന്തായാലും ഹെയർ ബോ തന്നെ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്കിത് 40 രൂപയ്ക്ക് മുകളിലോട്ട് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഷോപ്പിലത്തോട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, റീറ്റെയിൽ പ്രൈസിൽ കൊടുക്കുമ്പോൾ ഉള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളടുത്തൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടൊക്കെ സാധനങ്ങൾ വാങ്ങിച്ച് ഫസ്റ്റ് ടൈം മേക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കാവുന്നതായിരിക്കും കേട്ടോ നല്ലത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ആദ്യമായിട്ടൊരു സംഭവം ചെയ്യുമ്പോൾ എങ്ങനെയായാലും എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക്, ഒരു പെർഫെക്ഷൻ ഇല്ലായ്മ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റ് നമ്മൾ ഷോപ്പിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ പ്രോഡക്റ്റ് എടുക്കാൻ മടിക്കും. ആദ്യം തന്നെ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കും, ഓക്കെ ഇത് ശരിയാവത്തില്ല, ഞാൻ വെറുതെ സാധനം വാങ്ങിച്ച് പൈസ കളഞ്ഞു, കടയിൽ കൊണ്ടുപോയിട്ട് അവരെടുത്തില്ല, അല്ലെങ്കിൽ വില കുറച്ചിട്ടാണ് അവർ പറഞ്ഞത് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ തന്നെ ഈ ഒരു ബിസിനസ്സിനെ മടുക്കും, അതായത് വെറുക്കും. ഓക്കെ, അപ്പോൾ അതുണ്ടാവാതിരിക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈം കുറച്ച് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എങ്ങനെയുണ്ട്, ശരിയാവുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു പ്രോഡക്റ്റ് ആ ഒരു പൈസ പോട്ടേന്ന് തന്നെ വെച്ചിട്ട് ചെയ്യുക കേട്ടോ. കാരണം ആ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ തയ്യാറാവുക. എന്നിട്ട് വേണം ചെയ്യാൻ. ആദ്യം നമ്മളൊന്ന് ട്രൈ ചെയ്ത് ഒന്ന് പഠിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് ഓക്കെ ആണ് എന്ന് നമുക്ക് സ്വയം കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഓക്കെ ആണ് എന്ന് തോന്നുമ്പോൾ മാത്രം പുറത്തോട്ട് സെയിൽ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അത് നമ്മുടെ ബിസിനസ്സിനെ അപ്പാടെ തകർത്ത് കളയും കേട്ടോ. ആദ്യം തന്നെ നമുക്കൊരു റിജക്ഷൻ ഉണ്ടാവുമ്പോൾ അത് നമ്മുടെ മൈൻഡിലും ഓക്കെ നമുക്ക് പറ്റില്ല എന്നൊരു തോന്നൽ വരും. അതുപോലെ തന്നെ അവർ നമ്മളെ എടുക്കാൻ മടി കാണിക്കും കേട്ടോ. അതുകൊണ്ട് അതിനൊന്ന് നന്നായിട്ട് പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ പുറത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇതുപോലെ ഒട്ടിച്ച് കറക്റ്റാക്കി കൊടുക്കുന്നുണ്ട്. എൻ്റെ ഗ്ലൂ ഗണ്ണിൽ ഒരു സ്റ്റിക്ക് തീർന്നിട്ട് അടുത്ത സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ, അതൊന്ന് ഉരുകി വരാൻ വേണ്ടിയിട്ട്. അതിനുള്ള ടൈമായിരുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഇതുപോലെ ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒറ്റ ഫ്ലവറോ അല്ലെങ്കിൽ 2 ഫ്ലവറോ ഒക്കെ വെച്ചിട്ട് നമുക്കൊരു ബോ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ഫ്ലവർ തന്നെ കുറച്ച് വലുതാണ്, അതുകൊണ്ട് ഒന്നിൻ്റെ ആവശ്യം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും വലുത് ആക്കരുത് കേട്ടോ. എന്താണ് നമ്മുടെ ബണ്ണിലോട്ടോ അലിഗേറ്റർ ക്ലിപ്പിലോട്ടോ ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ കുറച്ചിട്ട് എടുക്കാം.
ഒരു കുട്ടി ഫ്ലവർ മാത്രം മതിയാവും നമുക്ക് ടിക് ടാക് സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റേറ്റ് മറക്കണ്ട, 40 രൂപ തൊട്ടിട്ട് മുകളിലോട്ട് സെയിൽ ചെയ്യാൻ പറ്റും. ഇതുപോലെ ക്യാൻവാസിൻ്റെ ഷീറ്റിലേക്ക് ഒട്ടിച്ചു കൊടുത്ത് അടിപൊളിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതേ ഹെയറിൽ വെച്ച് കൊടുത്താൽ ഇതായിരിക്കും അവസ്ഥ. എങ്ങനെയുണ്ട്? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ.